എൻ്റെ രൂപതയിൽ ഞാൻ വീട് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജൂബിലി വർഷത്തിൽ. ഒരു 10 വീടുകളിൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പോവും. വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ ഈ 10 വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളും അവിടെ ഒരുമിച്ച് കൂടും. അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് നേരം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്നല്ല ചെയ്യുന്നത്. ഓരോ വ്യക്തികളും ഷെയർ ചെയ്യുന്ന രീതിയാണ് അവരുടെ ചിന്തകൾ. ഞാൻ 2 മിനിറ്റ് നിന്നുകൊണ്ട് നിശബ്ദമായി ദൈവത്തോട് ആലോചന ചോദിക്കുക. എല്ലാവരും ഒരു 50 പേര് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ 50 പേര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 മിനിറ്റ് നേരം ദൈവമേ ഞാൻ എന്ത് നിർദ്ദേശമാണ് ഇവരോട്ട് പങ്കുവെക്കേണ്ടതെന്ന് ആലോചന ചോദിക്കും. എന്തിനെ കുറിച്ചുള്ള നിർദ്ദേശമാണെന്ന് അറിയാവോ? ഈ ജൂബിലി വർഷത്തിൽ ഹോപ്പ് എന്നുള്ള തീമാണ് മാർപ്പാപ്പ ദിവഗതരായ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. ഹോപ്പിൻ്റെ കൂടെ വരുന്ന 2 കാര്യങ്ങളാണ് ഫെയ്ത്തും ചാരിറ്റിയും. ഈ ഹോപ്പ് ഉണ്ടാകണമെങ്കിൽ ഫെയ്ത്ത് ഉണ്ടാകണം, ചാരിറ്റി ഉണ്ടാകണം. ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാം. നമുക്കൊക്കെ അറിയാം, ഈ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ അതിൽ തന്നെ അർത്ഥമില്ല. പണ്ട് ആരോ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ തന്നെ ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് വിത്ത് ഫുൾ ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ് വിച്ച് ഹസ് നോ മീനിങ് ഇൻ ഇറ്റ്സെൽഫ്. കറക്റ്റാണ്. ഇഫ് നോ ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ദുഃഖവും ദുരിതം നിറഞ്ഞ ഈ ജീവിതത്തിന് എന്താ അർത്ഥം? അപ്പം ഫെയ്ത്താണ് ഹോപ്പ് പ്രദാനം ചെയ്യുന്നത്. തന്നെയല്ല, ചാരിറ്റിയാണ് ഹോപ്പ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ചാരിറ്റി ബേസ്ഡ് ആണ് നമുക്ക് മരണാനന്തര സ്വർഗീയ ജീവിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിലാണ് നമ്മുടെ ഹോപ്പ് മുഴുവൻ. എങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ ഫെയ്ത്ത് വളർത്താം, എങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ ചാരിറ്റി വളർത്താം, വളരെ ഇൻസൈറ്റ് തരുന്ന നിർദ്ദേശങ്ങളാണ് അൽമായിൽ നിന്നും വരുന്നത്. ഞാൻ മനസ്സിലാക്കി.